നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ ഒരു ഇല്ലാത്ത ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അവരുടെ ഓവറോൾ എനർജിയാണ്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. നിങ്ങൾക്കിത് ഏത് കാർഡ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണം എന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അവരുടെ ഓവറോൾ എനർജി, പിന്നെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ജനറൽ ബേസിക് ക്യാരക്ടർ എന്താണ് അത് നമ്മൾ നോക്കും. പിന്നെ എന്തുകൊണ്ടാണ് അവർ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളോട് നുണ പറയുന്നത് അത് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങളുടെ ഗൈഡൻസ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇത്രയും കാര്യമാണ് നോക്കുന്നത്. 1, 2, 3 സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അത്ര വലിയ റീഡിങ് ആവാൻ വഴിയില്ല, പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി. ചിലപ്പോൾ ഇല്ലാത്ത തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് വിടാനും വേണ്ടിയിട്ടായിരിക്കാം ചിലർ നുണ പറയുന്നത്. ഒറിജിനൽ തേർഡ് പാർട്ടി വേറെ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് ഡൗട്ടുള്ള തേർഡ് പാർട്ടിയെ വഴിതിരിച്ച് വിടാൻ, നിങ്ങൾ ശരിക്കുള്ള തേർഡ് പാർട്ടിയെ തിരിച്ചറിയാതിരിക്കാനും അവർ നുണ പറയാം. നമുക്ക് നോക്കാം എന്താണെന്ന്. ചിലർ വെറുതെ നുണ പറയുന്നവരായിരിക്കും. ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞത് വലിയ ക്രെഡിറ്റ് ആയിട്ട് വെക്കുന്ന ചിലർ പേരുണ്ടാവാം. നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. എന്തായാലും ഭഗവാനെ, ഇവരുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. ഇവരുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ. Om Namah Shivaya, 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 Om Namah Shivaya. കാർഡ്സ് വീഴുന്നില്ല, തിരിഞ്ഞ് വീണില്ല. മെസ്സേജ് തരണം, ഓറക്കിൾ മെസ്സേജ് തരണം. കാർഡ്സ് വീഴുന്നില്ല. എനർജി അല്ലെങ്കിൽ ആലോചിക്കുകയായിരിക്കും എന്ത് മെസ്സേജാണ് കറക്റ്റായിട്ടുള്ള മെസ്സേജ് എന്താണെന്ന്. കാരണം ഈ റീഡിങ് ഒരു വേറെ ടൈപ്പ് റീഡിങ് ആയതുകൊണ്ടാണ്. ഒരു കാർഡാണ് വന്നിട്ടുള്ളത്, ഇത് വന്നതല്ല. ഒരു കാർഡാണ് വന്നത്, ഭൈരവ്, ഡിസ്പെല്ലിംഗ് ഫിയർ ആൻഡ് ഓവർകമ്മിങ് അഡ്വേഴ്സിറ്റി. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഭയം അത് വെറുതെയുള്ള ഭയമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായി ശരിക്കും ഉണ്ടെങ്കിൽ തന്നെ ആ പുറത്തുള്ള ശക്തികൾ നിങ്ങളുടെ ജീവിതം താറുമാറാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാനും അത് നിങ്ങൾക്ക് ഏൽക്കാതിരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ കൂടോത്രം ചെയ്യുക, പ്രാകുക, കണ്ണുകടി, അങ്ങനെയൊക്കെയുള്ള പരിപാടീസ് ഉണ്ടല്ലോ. ചിലർക്ക് മറ്റുള്ളവർ നന്നാവും. ശരിക്കും അസൂയുള്ള ആളുകൾ ഉണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അതെന്താണ് അങ്ങനെ അസൂയ വരുന്നതെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ വീക്ക് ആവുമ്പോഴാണ് നമുക്ക് അസൂയ വരിക. കാരണം നമ്മൾക്ക് മറ്റുള്ളവരുടെ അത്രയും കപ്പാസിറ്റി ഇല്ലാത്തവരാണ് നമ്മളെന്നുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമ്മൾക്ക് മറ്റുള്ളവരോട് അസൂയ വരുന്നത്, കുശുമ്പ് വരുന്നത്. എനിക്ക് അവരുടെ അത്രയും കഴിവുണ്ട്, എനിക്ക് അവരെൻ്റെ ഈക്വൽ ആണെന്ന് വിചാരിച്ചാൽ എനിക്ക് അവരോട് അസൂയപ്പെടേണ്ട കാര്യമില്ല. മനസ്സിലായി? അവർ ചെയ്യുന്നതിനപ്പുറം എനിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊരു ബോധം നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് അസൂയ വരില്ല. പിന്നെ നമുക്കുള്ള കാര്യത്തിൽ സംതൃപ്തരാണെങ്കിലും നമുക്ക് അസൂയ വരില്ല. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പക്ഷേ അസൂയുള്ള ആളുകളെയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവരുടെ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് വല്ലാണ്ടാവും. മനസ്സിലായോ? അങ്ങനത്തെ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആളുകൾ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവാം.
ഓക്കെ, ഇത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സ്റ്റാർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റാർ ആയിരിക്കാം. ഇത് നിങ്ങളുടെ പേഴ്സൺ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിന് മുണ്ടാം സൗരഭ്യം എന്നുള്ളത് നിങ്ങൾ സ്റ്റാർ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ അത് പ്രതിഫലിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഒരു വലിയ സ്റ്റാർ ആയിട്ടായിരിക്കും കാണുന്നത്. വലിയ കഴിവുള്ള, നല്ല ഉയർന്ന നിലയിലുള്ള ഒരാൾ, വളരെയധികം ക്രിയേറ്റീവായ ഒരു അഭിനേതാവോ പാട്ടുകാരനോ പാട്ടുകാരിയോ അങ്ങനെയൊക്കെ ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അക്വേറിയസ് ആണത്. സ്റ്റാർ, ഒരു വഴികാട്ടി പോലെ നിങ്ങളുടെ ജീവിതത്തിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ഒരാളായിരിക്കാം ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി അത് തന്നെയാണ്. ഈ പേഴ്സൺ ഇങ്ങനെ നമ്മളൊരു സ്റ്റാർ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം വരും. നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു പവർ കയറുമ്പോൾ നമുക്ക് ഭയങ്കര അഹങ്കാരം വരും. പക്ഷെ നല്ല അറിവായി കഴിയുമ്പോൾ ആ അഹങ്കാരം ഒന്ന് ബാലൻസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു ഇപ്പോൾ അഹങ്കാരവും അയ്യോ അത് പാടില്ല എന്നൊരു ചിന്തയും കൂടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ആരൊക്കെയോ ആണ് എന്ന് 4 പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ മനസ്സിലാകുന്നുണ്ട് ഞാൻ ആരാണെന്ന്. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു അഹങ്കാരമുണ്ട്. അതേസമയം ഈ അഹങ്കാരം പാടില്ല, എനിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് എല്ലാവരോടും ഒരുപോലെ പെരുമാറാനുള്ള കഴിവ് വേണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങളുടെ പേഴ്സൺ സ്വയം ഒന്ന് ബാലൻസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളോട് ഭയങ്കര കണ്ണുകടിയുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് അക്വേറിയസ് ആണ്. പിന്നെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഇമോഷണലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ചിലർ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറും. ചിലർ ഇമോഷണൽ ഡിസ്റ്റർബ്ഡ് ആകുമ്പോഴത്തേക്കും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആരോടും മിണ്ടാതെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കും, അല്ലെങ്കിൽ ആ മൈൻഡ് തിരിച്ചു വിടാൻ നോക്കും വേറെ കാര്യങ്ങളിലേക്ക്, പ്രശ്നങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം എന്താണ് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം എന്താണ്? എംപററിനെ കാണിച്ചു. തിരിഞ്ഞിരുന്നുകൊണ്ട് ഞാനൊന്ന് മറിച്ചെടുത്തതാണ് കേട്ടോ. നെഗറ്റീവ് കണ്ടു പുറകിൽ, അതുകൊണ്ട് ഞാനത് പോസിറ്റീവ് ആക്കിയത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉള്ളിലൊരു പുറമേ വലിയ ഷോ ഒന്നും കാണിക്കാത്ത ഒരു പേഴ്സണാണ്. ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പവർ ഉണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഈ പേഴ്സണിലേക്ക് മറ്റുള്ളവർ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും, മനസ്സിലായോ? അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു എന്താ പറയുക, പുറത്ത് കാണിക്കാത്ത ഒരു തരം പവർ എന്ന് വെച്ചാൽ ആൾക്കാർ കാണുമ്പോൾ ഇതൊരു പാവം മനുഷ്യനാണല്ലോ, പാവം സ്ത്രീ ആണല്ലോ എന്ന് തോന്നുമെങ്കിലും വളരെ പവർഫുൾ ആയൊരു എനർജിയാണ്. അപ്പോൾ ചില സമയത്ത് ഇവർക്ക് ഒരു എന്താ പറയുക ഇമോഷൻ, ഇവർ ഭയങ്കര ചിലർ ഹൈപ്പർ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ചില സമയത്ത് അവർക്ക് കൺട്രോൾ ഉണ്ടാവില്ല അവരുടെ ഇമോഷൻസിൽ, അങ്ങനെ ഒരു കാര്യമൊക്കെ വരും. അതുപോലെ തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ പണത്തിൽ ജീവിച്ച ആൾ, ജനിച്ചത് നല്ല പണമുള്ള ഫാമിലിയിലേക്കാണ്. അപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയാതെ, അതുപോലെ പണത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതുപോലെ തന്നെ ഈ പേഴ്സൺ പുതിയ പുതിയ പ്രോജക്ട്സ്, എന്താ പറയുക, ഒറ്റയ്ക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഇൻവെൻറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കാം. ചിലരെ കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നവർ, സയൻറ്റിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളായിരിക്കാം ഈ സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. കുറച്ച് ഡൊമിനിയൻ, കുറച്ച് അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇത് ഒരു കാർഡ് ഇവിടെ വന്നേക്കുന്നത് അത്ര വലിയ ഗുണമില്ലാത്തൊരു കാർഡാണ്. എന്ന് വെച്ചാൽ ഈ കാർഡ് തെറ്റുകൾ ചെയ്യുന്ന ഒരാളാണ്. തെറ്റുകൾ ചെയ്തിട്ട് അതിൽ നിന്ന്
എന്താ പറയുക, വളരെ മിറാക്കുലസ് ആയിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു എനർജിയും കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഈ കാർഡ് പിന്നെയും വന്നിട്ടുണ്ട്, ഭയങ്കര ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയ ചില സമയത്ത് ഭയങ്കരമായ, ഇത് രണ്ടും ഇമോഷണലി രണ്ട് രാജാവിൻ്റെ ക്യാരക്ടറാണ് ഈ കാണിക്കുന്നത്, രണ്ട് രാജാക്കന്മാരാണ്. ഇത് ഒരാളുടെ രണ്ട് തരം ഇതാണ്. ഇതും അതെ, എംപററും കിങ് ഓഫ് സ്വേർഡ്സും കിങ് ഓഫ് കപ്സുമാണ്. അപ്പോൾ ഇത് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് ജീവിത സാഹചര്യം കൊണ്ടാണോ അഹങ്കാരം കൊണ്ടാണോ? കാരണം ഒന്നിനും ബുദ്ധിമുട്ടില്ലാതെ വളർന്നു വരുന്ന ആളുകൾ, പണ്ട് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ സമയത്ത് ആന്റണറ്റ്, പ്രിൻസസ് ക്വീൻ ആന്റണറ്റ് ചോദിച്ച് ആളുകൾക്ക് എന്തോ ഭക്ഷണം കഴിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ അവരോട് എന്തിനാ അവർ ഇങ്ങനത്തെ ബ്രെഡും എന്തോ ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എന്തിനാ അത് കഴിക്കുന്നവർക്ക് കേക്ക് കഴിച്ചുകൂടെ എന്ന് വെച്ചാൽ അവർ ഭയങ്കര ചപലമായി സംസാരിക്കുന്നത്. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. പണത്തിൽ ജീവിക്കുന്നവർക്ക് പാവപ്പെട്ടവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ജെനുവിൻലി പേഴ്സൺ. ചീത്ത സ്വഭാവമുള്ള ഒരു പെണ്ണോ സ്ത്രീയോ പുരുഷനോ അല്ല, പക്ഷേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മൾ നെഗറ്റീവ് ജീവിത സാഹചര്യങ്ങൾ ജീവിക്കുന്നവരുടെ, അവർക്ക് എഫക്റ്റ് ചെയ്യുന്ന അവരുടെ ചിന്താഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കരമായ പണത്തിൽ ജീവിക്കുന്നവരുടെ മെൻറ്റാലിറ്റി വ്യത്യാസമുണ്ടാവും. അതിൽ ചില ആളുകൾ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് വിട്ടുപോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ അതിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ ജന്മനാ ഒരു സൂപ്പർ ഇതുള്ള പവർ ഉള്ള ഒരാളെ പോലെയാണ്, എന്ന് വെച്ചാൽ സുപ്പീരിയോറിറ്റി ഉള്ള ഒരാളാണിത്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ ആ പണത്തിൻ്റെ ഇതുകൊണ്ട് പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു എനർജിയാണിത്. നമുക്കൊന്ന് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് ഒരു കിങ് ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് വന്നേക്കുന്നത് എന്താണെന്ന് നോക്കാം. ചാരിയറ്റ് എപ്പോഴും മുമ്പോട്ട് പോകണം, ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കാത്തതാണ്. ഈ എന്താണ്, ചന്ദ്രനെ എത്തിപ്പിടിക്കുക, സൂര്യനെ എത്തിപ്പിടിക്കുക, അങ്ങനെയുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ക്വീൻ ഓഫ് സ്വേർഡ്സും കിങ് ഓഫ് സ്വേർഡ്സും ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ക്വീൻ ഓഫ് സ്വേർഡ്സിൻ്റെ എഫക്റ്റ് കൊണ്ട്, നിങ്ങളുടെ എഫക്റ്റ് കൊണ്ട് ഈ പേഴ്സണ്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും, ഇത് പോരാ, നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകണമെന്ന് ഏത് നേരവും നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു ഫ്രസ്ട്രേഷനിലേക്ക് പോകുന്നത്, കള്ളത്തരങ്ങൾ പറയാൻ തുടങ്ങുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. മനസ്സിലായോ? എന്ന് വെച്ചാൽ നിങ്ങളിപ്പം കാലത്തെ നടക്കാൻ പോകണം. ഇപ്പോൾ ഒരാൾക്ക് നടക്കാൻ ഇഷ്ടമില്ല കാലത്തെ, പക്ഷേ ഇയാൾ എന്ത് ചെയ്യും, ഓട്ടോ പിടിച്ച് പോയിട്ട് വെറുതെ ഒന്ന് അവിടെ ഇരുന്ന ആളോട് രണ്ടുപേരോടൊക്കെ സംസാരിച്ചിട്ട് ഓട്ടോ പിടിച്ച് തിരിച്ചു വരും, അങ്ങനത്തെ ക്യാരക്ടർ. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാത്തത്രയും കാലം നിങ്ങൾ വിചാരിക്കുന്ന ഈ പേഴ്സൺ കറക്റ്റായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെന്നാണ്. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഭയങ്കര ഓവറായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു, ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ ഡാർക്ക് സൈഡ് ഓഫ് വെൽത്ത് ആണ് പറഞ്ഞത്. അതിൽ സ്ട്രെസ്സും ഉണ്ട്, പണത്തിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ഈ പണം കൂടുതലുള്ളപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ആവുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ കൂടെ നന്നായിട്ട് പെരുമാറുക. ഇപ്പം അച്ഛനോടും അമ്മയോടും സ്നേഹമുണ്ട്, നമ്മൾക്ക് ഒരു പ്രായം വരെ അവരുടെ ആവശ്യമുണ്ട്, നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, നമുക്ക് പഠിത്തത്തിന് എല്ലാത്തിനും അവരുടെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഭയങ്കര വിധേയരായിരിക്കും അവർക്ക്. അത് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ അടയ്ക്കുകയാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടക്കാമരമായ എന്ത് ചെയ്യും, ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് നമ്മളുടേതായ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫാമിലിയിൽ, അപ്പോൾ പൈസ ഉള്ളവരുടെ വീട്ടിൽ എല്ലാവരും നമ്മളുടെ പ്രേമത്തിൽ എന്താ പറയുക, ആ ഗിരിരാജൻ കോഴി ഇത് കോമഡി ആയിട്ട് പറയില്ലേ, ആ പുള്ളി പറയുന്ന പോലെ അമ്മ ഭയങ്കര പാർട്ടി കഴിഞ്ഞിട്ട് ഇതില്ല, അച്ഛൻ ബിസിനസ്, അതുപോലത്തെയൊക്കെ ഫാമിലിയിലാണ് ഈ പേഴ്സൺ ജനിച്ചു വളർന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ സിറ്റുവേഷൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു, ആരും നോക്കാൻ, ചിലപ്പോൾ ആയമാരൊക്കെ വളർത്തിയ ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ ആ സിറ്റുവേഷൻ മാറണം എന്ന് വിചാരിക്കുന്ന ഒരാൾ. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ പേഴ്സണ് പൈസയുടെ ദൂഷ്യഫലങ്ങൾ കണ്ടനുഭവിച്ച ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള സ്ട്രെസ് ഉണ്ട്, എന്ത് ചെയ്താലും ഊരിപ്പോരാൻ പറ്റുന്ന ഒരു എനർജി, ഒരു ലൈഫാണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു ആളാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പേഴ്സൺ എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വിവാഹം വേണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്, പക്ഷെ അതിന് വളരെ എതിരായിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്ന ഒരാളാണ്. അപ്പം കാരണം ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഇഷ്ടമല്ല, കാരണം ഫാമിലിയിൽ കണ്ടിട്ടുള്ളത് അതാണ്. അപ്പോൾ അത് മീൻസ് അത് വേണ്ട എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത്.
ഇവിടെ അതുപോലെ തന്നെ ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ അതോറിറ്റി കാണിക്കണമെന്ന് തോന്നാറില്ല, ഡോമിനേറ്റ് ചെയ്യണമെന്ന് തോന്നാറില്ല. പക്ഷേ ഈ പേഴ്സൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം പൊസിഷനെല്ലാം വെച്ചിട്ട് ആളുകൾ ആ പേഴ്സണിൽ നിന്ന് അത് എക്സ്പെക്ട് ചെയ്ത് അത് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് പേഴ്സൻ്റെ തലയിലേക്ക്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ന് ഈ സ്ത്രീയോടോ പുരുഷനോടോ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച പോലെയാണ്. അപ്പോൾ അവർ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. നാച്ചുറലി അവർ അങ്ങനത്തെ സ്വഭാവം അല്ലെങ്കിലും അവർ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവരുടെ ഉള്ളിൽ കള്ളത്തരമുണ്ട്. കാരണം ചെറുപ്പം തൊട്ടേ ആൾക്കാർ അത് ചെയ്യണം, ഇത് ചെയ്യണം, വളർന്നു വരുന്നത് ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം. അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ കള്ളത്തരങ്ങൾ വളർത്തിയെടുക്കും നമ്മുടെ മനസ്സിൽ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിൾ കാര്യങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് കുട്ടികളായിരിക്കുമ്പോൾ നമ്മളോട് പല്ല് തേക്കണം, മേല് കഴുകണം, കൈ കാല് കഴുകണം എന്നൊക്കെ പറയും. ചെയ്തിട്ടില്ലെങ്കിലും വെറുതെ ഡ്രസ്സ് എടുത്തിട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് വെറുതെ ഒരു നമ്മൾ റിബെല് ചെയ്യുന്ന പോലെ. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പം അതിൽ നിന്ന് ഊരിപ്പോവാനൊക്കെ ഈ പേഴ്സൺ പല പ്രാവശ്യം കുറേ നുണകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ നുണ പറയുന്നത് ഒരു ശീലമാണ്, ഒരു റിബൽ ഇതുപോലെയാണ് നുണ പറയുന്നത്, താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ. അപ്പോൾ പല സ്ഥലത്തുനിന്നും അങ്ങനെ ഈ പേഴ്സൺ പല പ്രാവശ്യം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോഴും ആ ഒരു സ്വഭാവമുണ്ട്, നുണ പറയുന്ന സ്വഭാവമുണ്ട്. അത് പേഴ്സൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട്, ഒരു സ്വഭാവം ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുക ആളുകളെ, അതുപോലെ തന്നെ മറ്റുള്ളവരെ കരഞ്ഞ് കാര്യങ്ങൾ നടത്തുക, ഇതൊക്കെ ചിലരുടെ സ്വഭാവമാണ്. വലുതായി കഴിഞ്ഞാലും അതേ സ്വഭാവം തന്നെ അവർ ശീലിച്ചത് ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. നുണയെല്ലാം പറയും. കാരണം അതൊരു റിബല്യസ്, അതൊരു ജീവിത സാഹചര്യം കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്ക് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളോട് ഒരു തേർഡ് പാർട്ടിയെ കുറിച്ച് നുണ പറയുന്നത്? അതാണ് നമ്മൾ നോക്കുന്നത്. അതും ഒരു റിബല്യസ് സ്വഭാവമായിരിക്കാം. നിങ്ങളുടെ അറ്റൻഷൻ, പിന്നെ നുണ പറയുന്നത് ചിലപ്പോൾ അറ്റൻഷൻ കിട്ടാനും വേണ്ടി ചിലർ നുണ പറയും. നിങ്ങളോട് തേർഡ് പാർട്ടിയെ കുറിച്ച് നുണ പറയുന്നത് എന്തുകൊണ്ടാണ് പേഴ്സൺ? മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലരുടെ മനസ്സിൽ, നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ എന്താണ് ചിന്ത എന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ ഒരു വിലയും കൊടുക്കുന്നില്ല എന്നാണ്. കാരണം നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഇംപ്രഷനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഈ പേഴ്സണെ കുറിച്ച് അഭിപ്രായം പറയുന്നതും നെഗറ്റീവാണ്. ഒന്നിനും കൊള്ളില്ല, അത് ചെയ്യാറില്ല, ഇത് ചെയ്യാറില്ല. നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ മുമ്പിലാണെങ്കിലും പേഴ്സൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിലാണെങ്കിലും ബ്രദർ സിസ്റ്റേഴ്സിൻ്റെ മുമ്പിലാണെങ്കിലും നിങ്ങൾ വളരെ നെഗറ്റീവായിട്ടുള്ള കമൻസ് ആണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒരു കോംപ്ലക്സ് വരുന്നുണ്ട്. ഒരു സീരിയലിൽ ഒരു ഭർത്താവ് അയാളൊരു ഗുണ്ട ഇടിക്കും. അപ്പോൾ പൊതുവെ അയാളുടെ ഭാര്യ അടുത്തുള്ളവരെല്ലാവരും പറഞ്ഞു, അയ്യോ ഒരു പാവം മനുഷ്യനാണ്, ഒന്നും ചെയ്യില്ല, പാവമാണ്, ആരെങ്കിലും ഒന്ന് കുത്തിയാൽ തന്നെ, ഒന്ന് ഇടിച്ചാൽ തന്നെ ഒന്നും മിണ്ടാതെ പോകും. അപ്പോൾ ഈ ഗുണ്ട ഇയാളെ പിടിച്ചിടിക്കുമ്പോൾ ഭയങ്കര നാണക്കേട് അയാൾക്ക്. അപ്പോൾ ഭാര്യ തന്നെ ഇയാൾക്ക് ഒരു വിലയും കൊടുക്കുന്നില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഒരു ദിവസം ഈ ഗുണ്ടയെ ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അന്വേഷണത്തിലാണ്. അപ്പോൾ ഇയാൾ സ്വകാര്യമായിട്ട് ഭാര്യയുടെ മുമ്പിലൊന്നും വലിയ ആളാൻ വേണ്ടി ഇയാൾ ഭാര്യയോട് പറയും, ഞാൻ അവനെ കൊന്ന് കൊക്കയിൽ കിട്ടുമെന്ന് പറയും. ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ അടുത്ത വീട്ടിലെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയും, ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ഹസ്ബൻഡിനോട് പറയും, ഹസ്ബൻഡ് അയാളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് അങ്ങനെ പറഞ്ഞ് പോലീസിൻ്റെ ചെവിയിലെത്തും. പോലീസ് വന്ന് ഇയാളെ ഇടിച്ച് അവസാനം പോലീസ് എടുത്തിട്ടിരിക്കും. ഇയാൾ പറയുന്നുണ്ട് ഞാനല്ല ചെയ്തതെന്ന്. അവസാനം പോലീസിന് ഫോൺ കോൾ വരും, ആ ഗുണ്ട തിരിച്ചു വന്നു, എവിടെയോ പോയതാണ്, തിരിച്ചു വന്നു എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ പോലീസുകാർക്ക് എന്തിനാ നീ നുണ പറഞ്ഞെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി നുണ പറഞ്ഞ അതൊരു സിറ്റുവേഷനാണ് ഇവിടെ. ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആരെ, കാരണം അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എന്തൊരു നല്ല സ്വഭാവം, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്താ ഭർത്താവിനെ എങ്ങനെ നോക്കുന്നത്, എല്ലാ കാര്യം സ്വയം ചെയ്യുന്നത്, നമ്മളുടെ ഉള്ളിൽ വേദന ഉണ്ടാക്കും അങ്ങനെയുള്ള വർത്തമാനങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പേഴ്സൺ സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഈ പേഴ്സൺ നുണ പറയുന്നത്. തേർഡ് പാർട്ടി ഇല്ലാത്തൊരു തേർഡ് പാർട്ടിയെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇങ്ങനെ വെറുതെ പറയും, മറ്റേയാൾ എന്നെ ഫോൺ വിളിച്ചു, മറ്റേയാൾ സിനിമയ്ക്ക് പോകാൻ വിളിച്ചു, അങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. കാരണം നിങ്ങളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളൊരു വില കൊടുക്കുന്നില്ല ഈ പേഴ്സണ്.
അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണ് വില കൊടുക്കുക. മറ്റുള്ളവർക്ക് ഈ പേഴ്സണിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിക്കുമ്പോൾ നിങ്ങളൊന്ന് പേടിക്കുകയും ചെയ്യും, നിങ്ങൾ ഈ പേഴ്സണ് വില കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളോട് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ തേർഡ് പാർട്ടി ഒന്നും ഇല്ല, വെറുതെ നുണ പറയാണ് ഈ പേഴ്സൺ കേട്ടോ. ഈ പേഴ്സൺ മീൻസ് ഒരു എന്താ പറയുക, ശീലമാണ് എന്ന് വെച്ചാൽ നുണ പറഞ്ഞ ശീലമാണ്. അപ്പോൾ അതുകൊണ്ടുമാണ് കുറച്ചൊരു ഇൻഫീരിയോറിറ്റി ഉണ്ട് ഈ പേഴ്സണ്. ആർക്കും വേണ്ടാന്നൊരു തോന്നലുണ്ട്, ആരും എനിക്ക് വില തരുന്നില്ല എന്നൊരു തോന്നൽ. അപ്പോൾ അത് വീട്ടിലുള്ളവരും കൂടെ കാണിക്കുമ്പോൾ അതിനെതിരായിട്ട് പേഴ്സൺ ഒരു ഒബ്സഷനാണ് നുണ പറയുക. അല്ലെങ്കിൽ ആദ്യം രസത്തിന് തുടങ്ങിയ നുണ പറച്ചിൽ, നിങ്ങളോടുള്ള നുണ പറച്ചിൽ തേർഡ് പാർട്ടിയെക്കുറിച്ച്, ഇപ്പോൾ തേർഡ് പാർട്ടിയും ഇവരും സിനിമയ്ക്ക് പോകുന്നു, തേർഡ് പാർട്ടിയായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നു, അങ്ങനെ കഥകൾ ഉണ്ടാക്കുകയാണ്. ഇമാജിനറി ആണ്, ശരിക്കുമില്ല. അപ്പോൾ നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അടുത്ത് വില കിട്ടാനാണ്. പക്ഷെ അത് റിവേഴ്സ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പിലെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു ബോധം ഈ പേഴ്സണ് വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ റീഡിംഗ്. കാപ്രിക്കോൺ, വെർഗോ, സ്കോർപിയോ. പൊതുവെ നുണ പറയുന്ന അറ്റൻഷൻ വേണ്ടിയിട്ടാണ്. ജെമിനായി എന്നുവെച്ചാൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഗീർവാണം മുഴക്കുക എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതുപോലെ തന്നെ. പക്ഷെ ഇത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഗീർവാണമാണെന്ന് മാത്രം. എന്തിനെക്കുറിച്ച് നുണ പറയാം, എന്തിനെക്കുറിച്ച് നുണ പറയാൻ പാടില്ല എന്ന് മനസ്സിലാവുന്നില്ല. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ക്യാൻസർ. സോഡിയാക് സൈൻസ് ആണ് പറയുന്നത്. പിന്നെ ഇവിടെ ഏരീസ് ഉണ്ട്, ഇതിനൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതാണ് ആദ്യത്തെ റീഡിങ്. നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണത്. നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് ഭവാനി. ഓം നമഃ ശിവായ. ഒരു ഷഫ്ലോ കൂടെ ചെയ്യാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡ് കിട്ടി നമുക്ക്. ഡിവൈൻ ഇൻ്റർവെൻഷൻ. ഡിവൈൻ ഇൻ്റർവെൻഷൻ to avoid any sort of disaster or problem and make things and people in your favor. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ സോഫ്റ്റ് ഓറക്കിൾ മെസ്സേജസ് വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സിറ്റുവേഷൻ ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നുണ പറയുന്നത് കൊണ്ടാണ്. മനസ്സിലാവണോ? അത് മാത്രമേ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുള്ളൂ, പേഴ്സൺ നുണ പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ മെസ്സേജ്, ദൈവത്തിൻ്റെ ഇടപെടൽ, അതുപോലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക, മറ്റുള്ളവരുടെ കണ്ണ് കിട്ടാതിരിക്കാൻ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. നൈറ്റ് ഓഫ് വാൻസ്. നൈറ്റ് ഓഫ് വാൻസ് ആണ് ഈ പേഴ്സൺ ഭയങ്കര ആക്റ്റീവായ ഒരു എനർജിയാണ്, സ്പോർട്സിലൊക്കെ ഉള്ള ഒരു എനർജിയാണ്. 4 പേരുടെ അറ്റൻഷൻ വേണമെന്നുള്ളൊരു എനർജിയാണ്. വളരെ എനർജറ്റിക് ആണ്, എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. എന്നുവെച്ചാൽ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ട്രെക്കിങ്ങിന് പോവുക, കാട്ടിൽ പോവുക, അങ്ങനത്തെ കുറച്ച് സ്വഭാവങ്ങളുള്ള ഒരു എനർജിയാണ്. യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു എനർജിയാണിത്. അപ്പോൾ എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്ന വളരെ നല്ലൊരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു എനർജിയാണിത്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു എനർജിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. അപ്പോൾ നിങ്ങൾ മാരീഡ് അല്ല എന്നാണ് കാണിക്കുന്നത്. ഇത് യങ് എനർജിയാണ്, വിവാഹത്തിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രെസ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാനുണ്ട്, അതിൻ്റേതായ സ്ട്രെസ്സിലാണ് ഈ പേഴ്സൺ. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി. അക്വേറിയസ്, ലിബ്ര, ജെമിനി ഇത് വളരെ ഡിഫിക്കൽട്ടായ ഒരു ഡിസിഷനാണ്, പക്ഷേ ആ ഡിസിഷൻ എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഭയങ്കര സ്ട്രെസ്സ്, ഉറക്കമില്ലായ്മ എല്ലാമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത്.
എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം, ബേസിക് സ്വഭാവം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ബേസിക് സ്വഭാവം എന്താണ്. ഇത് നേരത്തെ ഷഫിൾ ചെയ്താണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ബേസിക് സ്വഭാവം എന്താണ്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മളുടെ ജീവിതത്തിൽ സന്തോഷവും സങ്കടവും പ്രശ്നങ്ങളും എല്ലാം ഉള്ളതാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സന്തോഷം മാത്രം മതി എനിക്ക് എന്ന് വിചാരിക്കുന്നത് ബുദ്ധിമുട്ടാവും അല്ലേ. കാരണം നമ്മളിപ്പോൾ സങ്കടം ഉണ്ടെങ്കിൽ അത് ഈ പേഴ്സണോട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ പേഴ്സൺ പറയും, അയ്യോ എനിക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല, നീ തന്നെ ഡീൽ ചെയ്തോ എന്ന് പറയുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അത് പണിയാവും നിങ്ങൾക്ക്. നല്ലോണം എഡ്യൂക്കേറ്റഡ് ആയ ഒരാളാണ്, വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല ജ്ഞാനമുള്ള അറിവുള്ള ആളാണ്, നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഈ പേഴ്സൺ കേട്ടോ. എല്ലാത്തിനെ കുറിച്ചും നല്ല അറിവുണ്ട്, എല്ലാവരോടും ഏത് ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞാലും സംസാരിക്കാൻ കഴിവുള്ള ഒരു എനർജിയാണിത്. അപ്പോൾ വളരെ സെൻസിറ്റീവാണ്, ഭയങ്കര എന്താ പറയുക, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, അത് ഒരു മോറൽ വാല്യൂ എന്ന് പറയില്ലേ, നമ്മൾ ഭയങ്കര മൊറാലിറ്റി ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു എനർജിയാണത് എന്ന് പുറമേ കാണിക്കുന്നതായിരിക്കണം. നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേഴ്സൺ എപ്പോഴും റിലേഷൻഷിപ്പിൽ വളരെ റൊമാൻറ്റിക് ആയ ഒരു പേഴ്സണാണിത്. നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന ആളുമായിട്ട് നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പേഴ്സൺ വളരെ ഭയങ്കര മൂഡിയാണ്. ഈ പേഴ്സൺ ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സന്തോഷിക്കും, പെട്ടെന്ന് കരയും, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചൊരു എന്താ പറയുക, കുറച്ചൊരു പുരുഷനാണെങ്കിൽ കുറച്ച് സ്ത്രൈണതയുള്ള ഒരു എനർജിയാണിത് കേട്ടോ. അതുപോലെ തന്നെ വളരെ ചില സമയത്ത് ഈ പേഴ്സൺ എന്ത് ചെയ്യണം എന്നല്ല, എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണ്, വളരെ ക്രിയേറ്റീവ്. അപ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു ദിവസം സ്റ്റക്ക് ആവാൻ ഇഷ്ടപ്പെടാത്തൊരു എനർജിയാണ്. അതാണ് പെട്ടെന്ന് ബോറടിക്കും, അങ്ങനൊരു സ്വഭാവം ഈ പേഴ്സൺ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നെഗറ്റീവ് സൈഡ്, ഇപ്പോൾ നെഗറ്റീവാണ് പോസിറ്റീവാണ്, റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അത് നെഗറ്റീവാണ്. കാരണം ഫാമിലിയിൽ റൊമാൻറ്റിക് ആണ്, എല്ലാം വേണം, പക്ഷേ അവിടെ റെസ്പോൺസിബിളായിട്ട് പെരുമാറാനുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞ ഒരാളാണ്. എപ്പോഴും പുതുമ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ചതിക്കാനും വഞ്ചിക്കാനും അല്ലെങ്കിൽ സിറ്റുവേഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തൊരു എനർജിയാണ്. എന്നുവെച്ചാൽ ആ പേഴ്സൻ്റെ സന്തോഷം, ഈ പേഴ്സൻ്റെ സന്തോഷമാണ് ഈ പേഴ്സൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പേഴ്സൺ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, മനസ്സിലായോ? അപ്പോൾ ടെമ്പറൻസ്, ബാലൻസ്, ഇവിടെ ഈ ഹാപ്പിനെസ് കിട്ടിയില്ലെങ്കിൽ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാത്തിലും ഒരു ബാലൻസ്. അപ്പോൾ പേഴ്സണ് ഹാപ്പിനെസ് ഇല്ലെങ്കിൽ, ഹാപ്പിനെസ് ഇമ്പോർട്ടൻ്റ് ആണ്, പുതുമ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേഴ്സണ്. അപ്പോൾ അത് രണ്ടും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇവിടെ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കണം, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പോകാത്തത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, മനസ്സിലായോ? അപ്പോൾ പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ റിലേഷൻഷിപ്പിലേക്ക് പിന്നെയും വന്നേക്കും. അപ്പോൾ ഈ പേഴ്സൺ എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ പേഴ്സണ് ബോധ്യമായാൽ ആ പേഴ്സണ് സോറി പറയാനും കുഴപ്പമില്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ ഈഗോ ഉണ്ട്, പക്ഷെ തെറ്റ് ശരിക്കും ചെയ്തു എന്ന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ, മറ്റുള്ളവരെ ഹേർട്ടായി എന്ന് മനസ്സിലായാൽ വന്ന് സോറി പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്യും ഈ പേഴ്സൺ, അല്ലാതെ മുമ്പോട്ട് പോവില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. അവരോട് ഫ്രണ്ട്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്, ആരോടും ഉടക്കാനോ ഒന്നും ട്രൈ ചെയ്യാത്തൊരു എനർജിയാണ്. എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം. അപ്പോൾ എല്ലാവരും ഈ പേഴ്സണെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ബിസിനസ് മെൻറ്റാലിറ്റി അല്ല ഇതൊരു റിക്വയർമെൻ്റ് ആണ് ഈ പേഴ്സൻ്റെ. എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം, മനസ്സിലായോ? അതേസമയം എല്ലാവരും എൻ്റെ താളത്തിന് തുള്ളണമെന്നും ഒരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ടാവും. അത് ചില സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പേഴ്സണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പേഴ്സണൽ ലൈഫിൽ. റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ വളരെ ഇപ്പോൾ ഒരു കല്യാണം തന്നെ ആണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടൊക്കെ കയറുള്ളൂ. അതാണ് ഈ ഡിസിഷൻ. സ്ട്രെസ് വരുന്നത് ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ, നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹത്തിലേക്ക് ഈ പേഴ്സൺ പോകുകയാണെങ്കിൽ ആ വിവാഹത്തിൽ
100% ഷുവർ ആയാലും മാത്രമേ ഈ പേഴ്സൺ വന്ന് കയറുള്ളൂ. അതിൻ്റേതായ ഒരു സ്ട്രെസ് ഈ പേഴ്സൺ ഉണ്ട്. പിന്നെ എല്ലാവരോടും ഒരു കള്ളത്തരം, മീൻസ് മറ്റുള്ളവരെ പറ്റിക്കണമെന്നൊന്നും ആഗ്രഹമില്ല. നേരെ വാ നേരെ പോവാണ് ഈ പേഴ്സൻ്റെ സ്വഭാവം. പക്ഷേ ഇവിടെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളുണ്ട്. അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫൈറ്റ് ഒഴിവാക്കാൻ, ഹാപ്പിനെസ് ഉണ്ടാവുക, ഏത് നേരവും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫൈറ്റ് ഉണ്ടായാൽ അവിടെ അൺഹാപ്പിനെസ് വരും. അപ്പോൾ ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ആവശ്യത്തിന് നുണ പറയുന്ന ഒരാളാണ് ഇത്. മനസ്സിലാവുന്നു? ഇപ്പോൾ സത്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഉടനെ നുണ പറയുന്ന ഒരു എനർജിയാണത്. അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടും നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ഈ പേഴ്സൺ നുണ പറയുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ടാണ് ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് പേഴ്സൺ നുണ പറയുന്നത്? ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച്, ഇല്ലാത്ത തേർഡ് പാർട്ടിയെക്കുറിച്ച് നുണ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ പേഴ്സൻ്റെ പാസ്റ്റിലുള്ള റിലേഷൻഷിപ്പ് ആ പേഴ്സൺ പ്രശ്നമായി, സങ്കടമായി, അതിൽ നിന്ന് വിട്ടുപോകുന്നു കേട്ടോ. അത് പ്രശ്നമല്ല. പക്ഷേ തേർഡ് പാർട്ടിയെക്കുറിച്ച് നുണ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ ഇത് എവിടം വരെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ചൊരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് അത് റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് നിങ്ങളിപ്പോൾ കല്യാണത്തിന് നിർബന്ധിക്കാതിരിക്കാനും ഒരു എന്താ പറയുക, ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നുണ പറയുന്നത്. കാരണം ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇത് എങ്ങോട്ട് പോകണം, ഇത് സക്സസ്ഫുൾ ആകുമോ, ഇവിടെ പ്രശ്നം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചിട്ട് ഈ പേഴ്സണ് കാര്യമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ നുണ പറയുന്നത്. ഒരു മൈൻഡ് ഗെയിംസ് കളിക്കുകയാണ് നിങ്ങളോട് കേട്ടോ. തേർഡ് പാർട്ടി ഇല്ല, പക്ഷെ തേർഡ് പാർട്ടി ഉണ്ടെന്ന പോലെയാണ്. എക്സ് അങ്ങനെയായിരുന്നു, എക്സ് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പഴയ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളോട് വാതോരാതെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്നും മടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ചോദിക്കും പേഴ്സണോട്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ പേഴ്സൺ റെഡിയല്ല മെൻ്റലി. അതുകൊണ്ടാണ് ഈ പേഴ്സൺ അത്, കാരണം ഈ ഡിസിഷൻ എടുക്കാൻ, കല്യാണത്തിനെ കുറിച്ച് ഡിസിഷൻ എടുക്കാൻ പറയുമ്പോൾ ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്തൊരു തേർഡ് പാർട്ടിയെ കുറിച്ച് ഈ പേഴ്സൺ നുണ പറയുന്നത്. തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ പേഴ്സൺ പോന്നു കംപ്ലീറ്റ് ആയിട്ട്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് തിരിച്ചു. ആ പേഴ്സൺ ഹാപ്പിയാണ്. തേർഡ് പാർട്ടി പോയി, ആ പേഴ്സൺ ഹാപ്പിയാണ്, ഒരു പ്രശ്നവുമില്ല. പേഴ്സണ് കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് പോയി. പക്ഷേ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് കയറണമല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ്, ഇത് എന്താവും, ഇതൊന്നും അറിയില്ല ഈ പേഴ്സണ്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് അത്രയും പ്രായമായിട്ടില്ല ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണേക്കാളും പ്രായത്തിൽ മുതിർന്ന ആളായിരിക്കാം ഈ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ കല്യാണം കഴിക്കണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ പേഴ്സൺ നിങ്ങളോട് നുണ പറയുന്നത്. ഇതൊന്നും ഒഴിവായി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതൊന്നും നീട്ടി കിട്ടാൻ വേണ്ടി, കല്യാണം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി എന്ന് പറയാം. അപ്പം നിങ്ങൾ പേഴ്സണെ സ്ട്രെസ് ചെയ്യുന്നുണ്ട്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഈ പേഴ്സൺ മനസ്സ് മാറണം, അല്ലെങ്കിൽ ഈ പേഴ്സണോട് ധൈര്യം കിട്ടണം, കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണ് എന്നൊരു ചിന്ത പേഴ്സൻ്റെ മനസ്സിൽ വരുമ്പോൾ മാത്രമേ ഈ പേഴ്സൺ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പ്രശ്നം. അപ്പോൾ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയിട്ടുണ്ട്. തേർഡ് പാർട്ടി ഈ പേഴ്സൻ്റെ ലൈഫിലില്ല. അപ്പോൾ സ്കോർപിയോ, വെർഗോ, നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തേർഡ് പാർട്ടി പേഴ്സൺ മിസ് ചെയ്യുന്നൊന്നുമില്ല. തേർഡ് പാർട്ടി അപ്പോൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടായിരിക്കും പോയത്. ലിയോ, അക്വേറിയസ്, സാജിറ്റേറിയസ്, വെർഗോ, പൈസീസ്, ഇത്രയാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. അപ്പോൾ ഞാൻ മൂന്നാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഓറക്കൽ മെസ്സേജുകളിലേക്ക് പോകാൻ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫ്ലും കൂടെ ചെയ്തിട്ട് നമുക്ക് കാച്ചെടുക്കാം.
ഇതുവരെ വന്ന സിറ്റുവേഷൻസ് ഒക്കെ വലിയ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് ഓറക്കൽ മെസ്സേജ് വളരെ മൈൽഡ് ആയിട്ടുള്ളതാണ്. ദൈവത്തിനോട് പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മനസ്സിലായി? ഇവിടെ വന്നിരിക്കുന്നത് ത്രിശൂലമാണ്, പവർ. അപ്പോൾ this card brings forth the symbolism of the Trishul or trident, representing the power to break free from illusion and ego. It urges you to harness the power of knowledge to gain wisdom and embrace a path of spiritual growth. അപ്പോൾ ഇവിടെ കുറച്ചൊരു ഈഗോ ഉള്ള ആരുടെയോ ഒരു ഇതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ത്രിശൂലം വന്നത്. ഭയങ്കര അഹങ്കാരമുള്ള ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഭയങ്കര ഇല്യൂഷൻ എന്ന് വെച്ചാൽ, ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക മാത്രമല്ല അതിൽ വിശ്വസിക്കുക. ചിലരുണ്ടല്ലോ നുണ പറഞ്ഞ് അത് സത്യമാണെന്ന് സ്വയം വിശ്വസിക്കുന്നവരെ. ഇപ്പോൾ നമ്മൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതല്ല, ശരിക്കും സെയിൽസിൽ നമ്മൾ എന്ത് സാധനം നമ്മൾ വിൽക്കുമ്പോഴും അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യണം, അല്ലേ? എന്നാലേ നമ്മൾക്ക് ഒരു നല്ല സെയിൽസ്മാൻ, നമ്മളുടെ പ്രോഡക്റ്റ് ആണെങ്കിലും മറ്റുള്ളവരുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുമ്പോൾ നമ്മൾക്ക് അതിനകത്തൊരു കൺവിക്ഷൻ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഫെയ്ത്ത്ഫുൾ ആയിട്ട് ആ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക്. അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം നുണയാണെങ്കിൽ തന്നെ നമ്മൾ 100% വിശ്വസിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് അത് പറഞ്ഞ് സത്യം പോലെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇല്യൂഷണറി ലോകത്ത് ജീവിക്കുന്ന, ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന കുറച്ച് പേര്, അവർക്ക് കുറേ ഈഗോ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അത് മാറ്റാനാണ് ത്രിശൂൽ യൂസ് ചെയ്യുന്നത്. സ്പിരിച്വൽ അവെയർനെസ് വേണം, കുറച്ചും കൂടെ ജ്ഞാനം വേണമെന്ന്. അപ്പം കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയ ആളുകളാണ്. ഓവറോൾ എനർജി എന്താണ്? പേജ് ഓഫ് സ്വേർഡ്സ്. പേജ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി. എന്ന് വെച്ചാൽ സ്പൈയിങ് ആവാം അതിനകത്ത്, അറിവ് എന്ന് വെച്ചാൽ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ. അതുപോലെ തന്നെ അത് അറിയാനായിട്ടുള്ള വഴികൾ നോക്കുന്ന ഒരു എനർജിയാണ് സ്പൈയിങ്. പേജ് ഓഫ് സ്വേർഡ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ആരോ ഒരു സ്പൈ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരുടെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സണെ ആൾക്കാർ ആരൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട്, എന്തോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുമാകാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ഇത് മാരീഡ് റിലേഷൻഷിപ്പ് അല്ല, ഒരു ജഡ്ജ്മെൻറ്റ് റിവേഴ്സാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല അന്വേഷിക്കുന്നത് കേട്ടോ. ഇൻഫർമേഷൻ തേടുന്നത് ഒരാളെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് മറ്റേ ആൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനോ വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്. ഇതൊരു മാരേജും അല്ല, ഒരു കമ്മിറ്റഡ് സിറ്റുവേഷൻ അല്ല. ഇത് ഈ പേഴ്സണ് വേണ്ടിയിട്ടല്ല എന്നാണോ ഈ പേഴ്സൺ സ്പൈ ചെയ്യുന്നത്. മാരേജ് കാർഡ് റിവേഴ്സാണ്. ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല ഈ സിറ്റുവേഷനിൽ. അപ്പോൾ ചിലപ്പോൾ വേറൊരാൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഈ പേഴ്സണോട് ചോദിക്കുന്നതാവാം. മനസ്സിലായോ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ബേസിക് ക്യാരക്ടർ എന്താണ്? ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിയെക്കുറിച്ച് നുണ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണോ? നോക്കാം നമുക്ക്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷേ അതിലും പവർഫുള്ളായ ഒരാൾക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സണോട് ഈ പവർഫുള്ളായ ആൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലെയും കാണിക്കുന്നുണ്ട്. മനസ്സില്ലാ മനസ്സോടെയാണ് പേഴ്സൺ സ്പൈ ചെയ്യുന്നത്, അതാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണിൻ്റെ ബേസിക് ക്യാരക്ടർ എന്താണ് നമുക്ക് നോക്കാം. സിംഗിൾ എനർജിയാണ്. സിംഗിളായിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ തേർഡ് പാർട്ടിയാണോ? ഒരു തേർഡ് പാർട്ടി എനർജി ഇതിനകത്ത് വരുന്നുണ്ട്.
അത് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം ആ പേഴ്സൺ ഒരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, അല്ലേ? അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ പേഴ്സൺ ആ കാര്യമല്ല നുണ പറയുന്നത്, വേറൊരു തേർഡ് പാർട്ടിയെ കുറിച്ചാണ് നുണ പറയുന്നത്. അതെന്തുകൊണ്ടാണ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ എനർജിയാണ്, വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു ഫീമെയിൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ. പിന്നെ വീൽ ഓഫ് ഫോർച്യൂൺ, ബാഡ് ലക്ക്, അതുപോലെ ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി. അത് നിങ്ങളാവാനും നിങ്ങളുടെ പേഴ്സൺ ആവാനും വഴിയുണ്ട്, പക്ഷെ ഇത് ഒരു നിങ്ങളാവാനാണ് വഴി കൂടുതലും. ഈ പേഴ്സൻ്റെ ബേസിക് ക്യാരക്ടറാണ് പറയുന്നത്. അപ്പം നിങ്ങളുമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടാണ് ഈ പേഴ്സൻ്റെ ക്യാരക്ടർ പറയുന്നത്. ഈ പേഴ്സൺ ബേസിക്കലി ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനത്തെ ഒരു എനർജിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ സിറ്റുവേഷൻ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം സിംഗിൾ എനർജി ആയിട്ട് നിൽക്കണം. ഇത് റെസിസ്റ്റ് ചെയ്യുന്ന, ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്ന അതേസമയം തന്നെ ഈ പേഴ്സൺ പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു എനർജിയാണിത്. ഒരു സ്ത്രീ എനർജി ഇവിടെ ഉണ്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ പേഴ്സണൽ ട്രാൻസിഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, എന്നാലും ഇവിടെയും റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച് ആണ്. പേഴ്സൺ സ്ട്രോങ് ആയിട്ട് ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ ഓൾറെഡി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾ അത് കൂടാതെ നിങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്നാൽ ഈ പേഴ്സൺ ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ചോയ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ, മനസ്സിലായി? പക്ഷെ പേഴ്സൻ്റെ ബേസിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പേഴ്സണ് ചേഞ്ച് ഇഷ്ടമല്ല. ഇപ്പോൾ ചിലരുണ്ട് ഫുഡിൽ എല്ലാത്തരം ഫുഡും ട്രൈ ചെയ്യുന്ന ആളുകളുണ്ട്, പക്ഷേ അവർ ചില കാര്യങ്ങളിൽ ചേഞ്ച് ഇഷ്ടമല്ല, മനസ്സിലായോ? പക്ഷേ ചില കാര്യങ്ങളിൽ അവർ ചേഞ്ച് ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെയാണ് ഈ പേഴ്സണ് സ്ട്രോങ് ആയിട്ട് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്, അപ്പോൾ വളരെ ട്രഡീഷണൽ ആയ ഒരാളാണ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ സിംഗിൾ എനർജിയാണ്, മനസ്സിലായോ? ഈ പേഴ്സൺ മാരീഡ് ആണ്. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ റെസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ബേസിക്കലി ആ പേഴ്സൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും ഈ പേഴ്സൺ വളരെ ട്രഡീഷണൽ ആയതുകൊണ്ട് കമ്മിറ്റഡ് റിലേഷൻഷിപ്പിന് വളരെ സീരിയസ്നെസ് കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് ഇറങ്ങണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വൈഫിനെയോ ഹസ്ബൻഡിനെ കുറിച്ച് നിങ്ങളോട് നുണ പറയുന്നുണ്ടാവും, അവരിങ്ങനെയാണ് അവരങ്ങനെയാണ് എന്നൊക്കെ. അതല്ലെങ്കിൽ വേറെ ഒരു തേർഡ് പാർട്ടി, ഇല്ലാത്തൊരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ റെസ്പോൺസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ബേസിക്കലി പേഴ്സൺ ഭയങ്കര ട്രഡീഷണൽ ഇതാകുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എത്ര തേർഡ് പാർട്ടി ഉണ്ടായാലും, എത്ര ആളുകളെ ഈ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാലും, ഈ പേഴ്സൺ ഹസ്ബൻഡിനോടും ആണോ വൈഫിനോടാണോ മാരീഡ് ലൈഫിനോട് ഹാപ്പി അല്ലെങ്കിൽ പോലും ആ ട്രഡീഷൻ, ആ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ട്രഡീഷൻ്റെ ഒരു ഭാഗമാണ് വിവാഹം, അല്ലേ? അപ്പോൾ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അതിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുന്നില്ല, മാരേജിൽ നിന്ന് മാറാൻ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ട്രഡീഷനെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. എത്രയൊക്കെ ഫാമിലി ലൈഫിൽ ഹാപ്പി അല്ല, ഈ പേഴ്സണൽ ലൈഫ് മൊത്തം ഈ പേഴ്സൺ ബേസിക് വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും നഷ്ടങ്ങളാണ്. ഭയങ്കര നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരാളാണ്, വളരെ പെസിമിസ്റ്റിക് ആണ്, ശുഭാപ്തി വിശ്വാസം ഒട്ടുമില്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ എനിക്കൊരിക്കലും സന്തോഷം വരില്ല എന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുന്ന ഒരു എനർജിയാണ്, മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സണലായിട്ടുള്ള ആ പേഴ്സൻ്റെ ലൈഫിലേക്ക് വരുന്ന കാര്യങ്ങൾ ഈ പേഴ്സണെ മാറ്റാൻ, ഈ പേഴ്സണെ സ്വഭാവം മാറ്റാൻ ഈ പേഴ്സൺ അനുവദിക്കില്ല. കാരണം എങ്ങനെ മാറിയാലും അവസാനം എനിക്ക് നഷ്ടങ്ങളാണ്, പിന്നെ ഞാൻ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കോംപ്രമൈസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാത്ത, ഒന്നിനോടും അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരാളാണിത്. പക്ഷെ അതേസമയം ഈ പേഴ്സൺ ഒരു പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട്.
വീട്ടിൽ നിന്ന് മാറണം, ട്രാവൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ കൂടുതലും ബിസിനസ് ആവശ്യങ്ങൾക്ക് യാത്ര കൂടുതൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. മനസ്സിലായോ? പ്രശ്നങ്ങൾ ആരോടും പറയാത്ത, ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ ആരോടും പ്രശ്നങ്ങളൊന്നും പറയാത്തൊരു എനർജിയാണ്. എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു എനർജിയാണ്. എന്നാൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വിശ്വസിച്ച് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഒരു സിംഗിൾ ഈ പേഴ്സൺ എന്ന് വെച്ചാൽ മാരീഡാണ്, കുട്ടികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും സിംഗിളാണ് എന്ന തരത്തിൽ ജീവിക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫാമിലിയിൽ നിന്ന് എപ്പോഴും യാത്ര പോകുന്ന, ബിസിനസ് ആവശ്യത്തിന്, ജോലി ആവശ്യത്തിന് യാത്ര പോകുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ യാത്ര പോകുന്ന ഒരു എനർജിയാണത്. വല്ലാത്തൊരു എനർജി അല്ലേ പേഴ്സൺ. പക്ഷെ എന്നാലും എവിടെ പോയാലും തിരിച്ച് ഫാമിലിയിലേക്ക് പോകുന്ന ഒരു എനർജിയാണത്. അപ്പോൾ അധികം ദൂരം മീൻസ് വിട്ടു പോകാൻ പറ്റില്ല. ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സൺ ഹാപ്പി. മറ്റുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പേഴ്സൺ. ഫ്രണ്ട്സിനോടും അല്ല, ഫാമിലി റിലേഷൻഷിപ്പ്, വൈഫ് അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഹസ്ബൻഡോ വൈഫോ ആരാണ്, അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല, എപ്പോഴും ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. പക്ഷേ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും യാത്ര പോകുമ്പോഴും, അതും ഒറ്റയ്ക്ക് യാത്ര പോവില്ല, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് യാത്ര പോവുക. അപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഈ പേഴ്സൺ ഉണ്ട്, അവരുടെ കൂടെയാണ് യാത്ര പോവുക. അവരുടെ കൂടെ യാത്ര പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വരും, കാരണം റെസ്പോൺസിബിലിറ്റീസ്, അതിനെ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഈ പേഴ്സൺ ആരും കൺട്രോൾ ചെയ്യുന്ന ഈ പേഴ്സൺ ഇഷ്ടമല്ല. ഭയങ്കര കുറച്ച് കണ്ണിങ്നെസ് ഉള്ളതാണ് അത്. ഈ പേഴ്സൺ ഒരു സർവൈവലാണത്. വഴക്കുകളിൽ നിന്ന് വീട്ടിലെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ അമ്മയായിരുന്നെങ്കിലും ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിവാഹം കഴിച്ചേക്കുന്ന ആളും. അമ്മയോ അച്ഛനോ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന ആളും ഭാര്യയാണെങ്കിലും ഭർത്താവ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്ന കുറച്ച് അവരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് ഇവരുടെ പാർട്ട്നേഴ്സായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് ഒളിച്ചോട്ടവും വഴക്കൊഴിവാക്കാൻ വേണ്ടി ഈ പേഴ്സൺ, അതിന് വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ യാത്ര പോകുന്നത്. അപ്പം അതൊരു ശീലമാണ് ഈ പേഴ്സണ് യാത്ര പോവുക എന്നത്. മനസ്സിലായി? നുണ പറയുക എന്നതും ഒരു ശീലമാണ്. അതൊരു സർവൈവലാണ് ഈ പേഴ്സൻ്റെ. മനസ്സിലായി? എല്ലാ സത്യവും എല്ലാവരോടും പറയണം എന്നില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരാളാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളോട് തേർഡ് പാർട്ടിയെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ ഈ പേഴ്സൻ്റെ വൈഫല്ല, നിങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇല്ലാത്ത തേർഡ് പാർട്ടിയെ കുറിച്ച് ഈ പേഴ്സൺ എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്കറിയാം, ചിലർ പറയില്ലേ, ഞാനും നിൻ്റെ ഭർത്താവും, അല്ലെങ്കിൽ ഞാനും നിൻ്റെ ഭാര്യയും മാത്രമേ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ, വേറൊരാൾ നിന്നെ വിളിക്കാനോ സംസാരിക്കാനോ പാടില്ല എന്ന് നമ്മൾ കോമഡി ആയിട്ട് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ. അപ്പം നിങ്ങൾ ഇവരുടെ ഈ പേഴ്സൻ്റെ ഭാര്യയോ ഭർത്താവിനെയോ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ മാത്രമേ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേഴ്സൺ വേറൊരു തേർഡ് ഇല്ലാത്തൊരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളോട് നുണ പറയുന്നത്. കാരണം നിങ്ങളൊരു തേർഡ് പാർട്ടിയാണ്. അത് നിങ്ങളെ ബോധവതിയോ ബോധവാനോ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചില സമയത്ത് നിങ്ങൾ മറന്നു പോകുന്നു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി മാത്രമാണെന്ന്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ നുണ പറയുന്നത്. നിങ്ങളോട് ഈ പേഴ്സണ് സ്നേഹമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുമല്ല, നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ ഒരു ആദ്യമൊക്കെ ഫ്രണ്ട്ലി ആയിരുന്നെങ്കിലും പിന്നെ നിങ്ങളിപ്പോൾ ഭയങ്കര പൊസസീവ് ആവുന്നു ഇപ്പോൾ റിലേഷൻഷിപ്പിൽ. അത് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ പേഴ്സൺ, കാരണം ഇത് സ്ട്രെസ് ആവുന്നുണ്ട് ഈ പേഴ്സൺ, അതുകൊണ്ടാണ് നിങ്ങളോട് ഇല്ലാത്തൊരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നുണ പറഞ്ഞത്. കാരണം ഈ പണ്ടൊക്കെ റിലേഷൻഷിപ്പിലേക്ക് ഒരു കല്യാണം കഴിച്ച ആൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, കല്യാണം കഴിക്കാത്ത ആൾ മറ്റേ ആൾ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഉപേക്ഷിച്ചിട്ട് അവരെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് മിക്ക തേർഡ് പാർട്ടി റിലേഷൻഷിപ്പും പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളും അവരുടെ ഭാര്യയോ ഭർത്താവോ അല്ലാതെ വേറെ ആരും തേർഡ് പാർട്ടീസ് ഇതിനകത്ത് പാടില്ല എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുന്നു. അപ്പോൾ രണ്ടാമതൊരു ഭാര്യയാവാൻ ശ്രമിക്കുന്നു നിങ്ങൾ, അല്ലെങ്കിൽ രണ്ടാമതൊരു ഭർത്താവാകാൻ ശ്രമിക്കുന്നു.
അത് ഈ പേഴ്സണ് പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇല്ലാത്തൊരു തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളോട്, കാരണം നീ മാത്രമല്ല എൻ്റെ ലൈഫിൽ വേറെയും ആളുകളുണ്ട്. അപ്പോൾ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് നീ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തിലാണ് ഈ പേഴ്സൺ നിങ്ങളോട് ഇല്ലാത്ത ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ പല തേർഡ് പാർട്ടികളായിട്ട് റിലേഷൻഷിപ്പ് വെക്കാനുള്ള സമയമില്ല. നിങ്ങളുമായിട്ടൊരു അറ്റൻഷൻ, ഒരു ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ടാണ് നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് വെച്ചത്. പക്ഷേ നിങ്ങളതൊരു എന്താ പറയുക, അതൊരു പ്രശ്നമാക്കി കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ അതിലൊരു അതോറിറ്റി, അതൊരു വലിയൊരു എന്താ പറയുക, നിങ്ങളുമായിട്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വെക്കണമെന്ന് ഈ പേഴ്സണെ ഡോമിനേറ്റ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുന്നു. അത് ആ പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്കോർപിയോ, വെർഗോ, ഏരീസ്, ലിയോ, Cancer, Scorpio, പിന്നെ ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ. ഇത്രയുമാണ് ഇവിടെ സോഡിയാക് സൈൻസ് കാണിക്കുന്നത്. ഈ ക്യാമറ ഇങ്ങനെ തലകുത്തി വീഴുന്നത്, എനിക്ക് ദേഷ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവർക്കും ദൈവം സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും തന്നനുഗ്രഹിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.